നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം എങ്ങനെയായിരുന്നു? നമ്മുടെ ബ്രഹ്മോസ് പാകിസ്ഥാനെതിരെ അയച്ചോ? ഇത്തരം നിരവധി ചോദ്യങ്ങൾക്ക് സർക്കാർ എന്തുത്തരം നൽകി? ശത്രു രാജ്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്? ഇവയെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ ബ്രഹ്മോസിന് ഓർഡറുകൾ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറയുന്നല്ലോ. ബ്രഹ്മോസ് വാങ്ങാൻ പല രാജ്യങ്ങൾ ക്യൂവിലാണല്ലോ. ബ്രഹ്മോസിന് തന്നെ ഇത്രയേറെ വരവേൽപ്പ് ലഭിച്ചാൽ ബ്രഹ്മോസ് NG ഇപ്പോൾ നിർമ്മിക്കാൻ പോകുന്നല്ലോ. അതെങ്ങനെ ഉണ്ടാകും? കൂടാതെ പ്രതിവർഷം 110 മുതൽ 130 ബ്രഹ്മോസ് വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ലക്നൌവിൽ നമ്മൾ നിർമ്മിച്ചല്ലോ. ഇതിനെല്ലാം അടിസ്ഥാനം എന്താണ്? ബ്രഹ്മോസിന്റെ അടുത്ത തലമുറ എങ്ങനെയായിരിക്കും? ഇതാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ബ്രഹ്മോസിനെ കുറിച്ചുള്ള ഷോർട്ടായ ഇൻട്രോ പറയാം. റഷ്യയുടെ കമ്പനിയും ഇന്ത്യയുടെ DRDOയും ചേർന്ന് ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന പേരിൽ ഒരു കമ്പനി സൃഷ്ടിക്കുന്നു. ഈ കമ്പനി അടിസ്ഥാനമാക്കിയാണ് ബ്രഹ്മോസ് നിർമ്മിക്കുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെ സംയോജനമാണ് ബ്രഹ്മോസ്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് അതിലുപയോഗിക്കുന്ന സ്പെയർ പാർട്സുകളുടെ 88% ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ്. ഇതിനായി നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കണം. ഈ ബ്രഹ്മോസിന് 2.8 മുതൽ 3 മെഗ് വേഗത വരെ എത്താൻ കഴിയും. ഈ ബ്രഹ്മോസിന്റെ പരിധി 290 കിലോമീറ്റർ ആണ്. എന്നാൽ ഈ പരിധി 450 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതും നമുക്കറിയാം. 800 കിലോമീറ്റർ വരെ പോകാൻ കഴിയുന്ന ബ്രഹ്മോസുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും നമുക്കറിയാം. ഏകദേശം ടെസ്റ്റിംഗ് ഫേസ് എല്ലാം അവസാനിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ 290 കിലോമീറ്റർ, 300 കിലോമീറ്റർ അല്ലെങ്കിൽ ഈ 400 കിലോമീറ്റർ പരിധിയൊക്കെ ഇവിടെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. 500 കിലോമീറ്റർ വരെയും സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഇന്ത്യക്ക് അറിയാം. പക്ഷേ പുറമേ പറയുമ്പോൾ 290 കിലോമീറ്റർ വരെ പോകാൻ കഴിയൂ എന്ന് മാത്രമേ പറയൂ. ഇന്ത്യ ഒരു പക്ഷേ ബ്രഹ്മോസ് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ 300 കിലോമീറ്റർ പരിധിക്കുള്ളിൽ മാത്രമേ കയറ്റുമതി ചെയ്യാൻ കഴിയൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുള്ള കാരണം 2016 നമ്മൾ ഒപ്പുവെച്ച ഒരു കരാറാണ്. ഈ കരാറിന്റെ പേര് MTCR കരാർ എന്നാണ്. 35 രാജ്യങ്ങൾ ചേർന്നാണ് MTCR കരാർ രൂപീകരിച്ചത്. 400 മുതൽ 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ബ്രഹ്മോസ് എല്ലാ രാജ്യങ്ങൾക്കും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വലിയ അപകടം സൃഷ്ടിക്കും. ഇതിനുള്ള ഒരു പരിഹാരമായി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ആയുധം നൽകുന്നുവെന്നുണ്ടെങ്കിൽ, അതും കൂട്ട നശീകരണത്തിന് കാരണമാകുന്ന ആയുധമാണ് അതെങ്കിൽ അത് 300 കിലോമീറ്റർ താഴെ പരിധിക്കുള്ളിൽ ഉള്ള ഒരു ആയുധമായിരിക്കണം. ഇതാണ് ഈ MTCR കരാറിൽ പറഞ്ഞിരിക്കുന്നത്. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമെന്റ്, ഇതിനെയാണ് MTCR എന്ന് പറയുന്നത്. 300 കിലോമീറ്റർ പരിധി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര കിലോഗ്രാം വാർഹെഡ് സൂക്ഷിക്കാൻ കഴിയും? 500 കിലോയിൽ താഴെ ഭാരമുള്ള വാർഹെഡ് വഹിക്കാൻ കഴിയുന്ന ആയുധം മാത്രമേ നമുക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ MTCRൽ കരാർ ഒപ്പുവെച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ബ്രഹ്മോസിന്റെ പരിധി 290 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അടിയന്തരാവസ്ഥയിൽ ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ MTCR കരാറിൽ നിന്നും പുറത്തേക്ക് വന്ന് 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് ഞങ്ങളുടെ പക്കലുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറ്റുമതി ചെയ്യാം എന്ന ഒരു സാധ്യതയിലേക്ക് പോകാൻ കഴിയും. ഇതൊരു 100% ഉണ്ട്. അപ്പോൾ ഈ ബ്രഹ്മോസിന്റെ ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ 3 ടൺ. എയർ ലോഞ്ചർ ബ്രഹ്മോസിന് 3 ടണ്ണും അതുപോലെ കപ്പൽ അല്ലെങ്കിൽ അന്തർവാഹിനി വഴി വിക്ഷേപിക്കുന്ന ബ്രഹ്മോസിന് 2.5 ടൺ ഭാരമുണ്ടെന്നും പറയുന്നു. നീളം 9 മീറ്റർ, ഡയമീറ്റർ 0.6 മീറ്റർ. വാർഹെഡ് ഞാൻ ആദ്യമേ പറഞ്ഞു, 200 കിലോഗ്രാം മുതൽ 300 കിലോഗ്രാം വരെയുള്ള വാർഹെഡ് മാത്രമേ ബ്രഹ്മോസിൽ നമുക്ക് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഇനേർഷ്യൽ ഗൈഡൻസ് അല്ലെങ്കിൽ GPS ഗ്ലോണസ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ആക്യുറസി ഏകദേശം 0 അടുത്താണ്. അതായത് ഇതിൻ്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി 0 അടുത്താണ്. വളരെ കൃത്യമായ ആക്രമണങ്ങൾക്കാണ് ഈ ബ്രഹ്മോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എയർ ലോഞ്ചർ ബ്രഹ്മോസ് ഉണ്ട്, ഷിപ്പ് ലോഞ്ചർ ബ്രഹ്മോസ് ഉണ്ട്, സബ്മറൈൻ ലോഞ്ചർ ബ്രഹ്മോസ് ഉണ്ട്, സർഫസ് ലോഞ്ചർ ബ്രഹ്മോസും ഉണ്ട്. ഇതാണ് ബ്രഹ്മോസ്. അപ്പോൾ ഈ ബ്രഹ്മോസ് എന്ന ബ്രഹ്മാസ്ത്രത്തെയാണ് നമ്മൾ പാകിസ്ഥാന് എതിരെ, പ്രധാനമായും അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് എതിരെ നമ്മൾ അയച്ചു എന്നുള്ള ഒരു കോൺസ്പിറസി തിയറി ഇപ്പോഴും ഉണ്ട്. അത് ബ്രഹ്മോസ് ആണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാനും ഇങ്ങനൊരു ബ്രഹ്മോസ് ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. ശരി, അപ്പോൾ അവിടെ ന്യൂക്ലിയർ റേഡിയേഷൻ ലീക്ക് ഉണ്ടല്ലോ. നിരവധി രാജ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഒരു റേഡിയേഷൻ ചോർച്ചയുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നമ്മൾ നടത്തി.
അവരുടെ കമാൻഡർ കൺട്രോൾ സ്റ്റേഷൻസിനെയൊക്കെ നമ്മൾ പ്രവർത്തനരഹിതമാക്കി. ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്നൊരു ചോദ്യം, എങ്ങനെയാണ് ഇവരിത് ആക്രമിച്ചത്? ഇത്രയും കൃത്യതയോടുകൂടി ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ പക്കലുള്ള ബ്രഹ്മോസ് തന്നെയായിരിക്കണം ഇതിനായി ഉപയോഗിച്ചത് എന്നുള്ള ചിന്തകൾ വരാം. അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് ഓർഡർ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെയുള്ള ചില രാജ്യങ്ങളുടെ ഐഡിയ ഇന്ത്യയോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ആർക്കും ബ്രഹ്മോസ് കയറ്റുമതി ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, നമ്മൾ ബ്രഹ്മോസ് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ബ്രഹ്മോസ് എന്ന ഈ ഒരു മിസൈൽ ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന കോൺസെപ്റ്റിലാണ് വരിക. നമ്മൾ ഇവിടെ നിന്ന് ഫയർ ചെയ്യുകയാണ്, ടാർഗറ്റ് ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളങ്ങ് മറക്കണം. കാരണം ഇവിടെ നിന്ന് വീണ്ടും അതിനെ കൺട്രോൾ ചെയ്യണമെന്ന ആവശ്യമേ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈൽ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കയറ്റുമതി ചെയ്ത ആദ്യത്തെ രാജ്യം അത് ഫിലിപ്പീൻസ് ആണ്. ബ്രഹ്മോസ് എന്ന മിസൈൽ നമ്മൾ നിർമ്മിച്ചു. അതും റഷ്യയുടെ സംയുക്ത പരിശ്രമത്തിലൂടെ വിജയകരമായി അവസാനിപ്പിച്ചു. 2022 ഫിലിപ്പീൻസ് ബ്രഹ്മോസ് വേണം എന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചു. കരാറിന്റെ മൂല്യം $375 മില്യൺ ആണ്. ഏകദേശം 3 കോസ്റ്റൽ ഡിഫൻസ് ബാറ്ററീസ് നമ്മൾ അവർക്ക് അയച്ചിട്ടുണ്ട്. ആദ്യത്തേത് 2024 ഏപ്രിൽ മാസം ഡെലിവറി ചെയ്തു. അടുത്തത് 2025 അടുത്ത ബാച്ച് ഡെലിവറി ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്തോനേഷ്യയാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ $450 മില്യൺ ഒരു കരാറാണുള്ളത്. അതും ഈ ബ്രഹ്മോസിനെ അടിസ്ഥാനമാക്കി മാത്രമാണ്. പല തവണ ഇതിനായിട്ടുള്ള ചർച്ചകൾ നടന്നു. അതിനുശേഷം ബ്രഹ്മോസ് വാങ്ങാമെന്ന് ഇന്തോനേഷ്യ സമ്മതിക്കുകയും ചെയ്തു. അടുത്ത രാജ്യം വിയറ്റ്നാമാണ്. തങ്ങളുടെ സൈന്യത്തിനും നാവികസേനയ്ക്കും ബ്രഹ്മോസ് വേണമെന്ന് വിയറ്റ്നാം തന്നെ പറഞ്ഞു. $700 മില്യൺ ആണ് കരാറിന്റെ മൂല്യം. മലേഷ്യയുടെ അവരുടെ പക്കലുള്ള സുഖോയ് Su-30 MKM ഫൈറ്റർ ജെറ്റിന് വേണ്ടിയും അതുപോലെ കേദാർ ക്ലാസ് വാർഷിപ്പ് ഇതിനു വേണ്ടിയും ബ്രഹ്മോസ് അവർക്ക് ആവശ്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനും ഒരു കരാറുണ്ടാക്കാൻ നമുക്ക് അവസരമുണ്ട്. ഇതുകൂടാതെ തായ്ലാന്റ്, സിംഗപ്പൂർ, ബ്രൂണൈ, ബ്രസീൽ, ചിലി, അർജന്റീന, വെൻസുല, ഈജിപ്ത്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങളും വൈവിധ്യമാർന്ന ബ്രഹ്മോസ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. വ്യോമസേനയ്ക്ക് വേണ്ടി, നാവികസേനയ്ക്ക് വേണ്ടി, കരസേനയ്ക്ക് വേണ്ടി, ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും ആകാം, അവർക്ക് ബ്രഹ്മോസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത് ഈ വാങ്ങിയ രാജ്യങ്ങൾ. ഇവരെല്ലാം ദക്ഷിണ ചൈന കടലിനടുത്തുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രഹ്മോസ് കൂടുതലായി വാങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാരണം ചൈന ഇന്ത്യക്ക് എതിരെയാണെന്നുള്ളത് ലോകത്തിന് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ചൈന ദക്ഷിണ ചൈന കടലിൽ, ആ ദക്ഷിണ ചൈന കടൽ തന്നെ എനിക്കാണ് എന്ന് ഒരു 9 ലൈൻ സൃഷ്ടിച്ചു. എന്നിട്ട് അതിൽ ഒരു 2 ലൈൻ മാറ്റി 7 ലൈൻ, 6 ലൈൻ, ഇങ്ങനെ ദക്ഷിണ ചൈന കടലിലെ മുഴുവൻ ദ്വീപുകളിലും ആർട്ടിഫിഷ്യൽ ഐലാൻഡ് നിർമ്മിക്കുകയും അവിടെ ഒരു കോട്ട പണിത് അവർ ദക്ഷിണ ചൈന കടലിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ, മറ്റ് രാജ്യങ്ങളെല്ലാം അവരുടെ ശബ്ദം ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം ഉയർത്തുന്നതിൽ അവർക്ക് ഇന്ത്യയുടെ ഒരു സൗഹൃദം ആവശ്യമാണ്. അതേസമയം ചൈനയ്ക്ക് എതിരെ പോരാടാൻ അവർക്ക് ശക്തമായ ഒരു മിസൈലും ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ ബ്രഹ്മോസ് തിരഞ്ഞെടുക്കുന്നത്. ഇത് പാകിസ്ഥാനെയും ഒരു രീതിയിൽ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. ചൈനയുടെ HQ-9 വ്യോമ പ്രതിരോധ സംവിധാനത്തെ ജാം ചെയ്ത് നമ്മൾ നശിപ്പിച്ചു. അവരുടെ മിസൈൽ സിസ്റ്റം, അവരുടെ ഫ്ലൈറ്റിനെ കൊണ്ടൊന്നും ഇതിനെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ ഇപ്പോൾ ബ്രഹ്മോസിന് വലിയൊരു പേര് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനാൽ വീണ്ടും വീണ്ടും പല രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങാനുള്ള ശ്രമങ്ങൾ എടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ കണക്കനുസരിച്ച് 2024-25 ഈ സമയങ്ങളിൽ പ്രതിരോധ കയറ്റുമതി 22,000 മുതൽ 25,000 കോടി രൂപയായിരുന്നു. എന്നാൽ 2030 ആകുമ്പോൾ ഇത് 50,000 കോടിയായി ഉയരും. 2047 പ്രതിരോധ കയറ്റുമതിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് രാജ്യം ഇന്ത്യ ആയിരിക്കും. ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് നമുക്ക് അറിയാമെങ്കിലും നമുക്കൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. നമ്മൾ കണ്ടുപിടിച്ച മിസൈൽ, അത് ആകാശ എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രഹ്മോസ്, ഇവയെല്ലാം യുദ്ധത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് പല രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഇന്ത്യയുടെ മിസൈൽ സംവിധാനം കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പല രാജ്യങ്ങൾ പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ആ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ വായടച്ചിട്ടുണ്ട്. ഇന്ത്യയാണ് ഇത് കണ്ടുപിടിച്ചത്. വെറും 300-400 ഡ്രോൺസ് പാകിസ്ഥാൻ അയച്ചല്ലോ. ചൈനയുടെ എല്ലാ മിസൈൽസും അവർ തടഞ്ഞു. വെറും 23 മിനിറ്റിൽ ഇന്ത്യ പൂർണ്ണമായും ആ ഗെയിം അവസാനിപ്പിച്ചു. എന്നിട്ട് യാതൊരു നാശനഷ്ടവും ഇല്ലാതെ ഇന്ത്യയിലേക്ക് തന്നെ തിരികെ വന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ മിസൈൽസ് ബെസ്റ്റ് ആണല്ലേ എന്ന് ലോകം മുഴുവനും ഇപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ നമുക്ക് പ്രതിരോധ കയറ്റുമതി ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ കൂടെ വന്നതിന് ശേഷം ധാരാളം പ്രതിരോധ കയറ്റുമതി ചെയ്യാൻ സാധിക്കും. ശരി, ബ്രഹ്മോസിനെ കുറിച്ച് അറിയാം. ഇനി ബ്രഹ്മോസ് NG എന്താണ്? ബ്രഹ്മോസ് NG എന്നത് നെക്സ്റ്റ് ജനറേഷൻ ബ്രഹ്മോസ് ആണ്. ആദ്യം കണ്ട ബ്രഹ്മോസ് 3 ടൺ, 2.5 ടണ്ണാണ്. എന്നാൽ ഇപ്പോൾ
എന്നാൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ബ്രഹ്മോസ് 1.6 ടൺ അല്ലെങ്കിൽ 1.3 ടൺ ആണ്. അപ്പോൾ ഭാരം പകുതിയായി കുറച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ആദ്യം കണ്ടത് 9 മീറ്റർ നീളമുണ്ട്. ഇപ്പോഴുള്ള ബ്രഹ്മോസ് എൻജിക്ക് 6 മീറ്റർ നീളം മാത്രമേ ഉള്ളൂ. ഡയമീറ്റർ ആദ്യം 60 സെന്റിമീറ്റർ, ഇപ്പോഴുള്ളത് 50 സെന്റിമീറ്റർ. വേഗത മണിക്കൂറിൽ 3.5 കിലോമീറ്റർ ആണ്. പഴയ ബ്രഹ്മോസിന്റെ അതേ വേഗതയാണ്. പരിധി 250 കിലോമീറ്റർ അല്ലെങ്കിൽ 450 കിലോമീറ്റർ ആണ്. കാരണം ഇതും MTCR കരാറിന് കീഴിലാണ് വരിക. സ്റ്റെൽത്ത് റഡാർ ക്രോസ് സെക്ഷൻ ആണ്. ഇതിനെയാണ് RCS എന്ന് വിളിക്കുന്നത്. അതിനാൽ മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ ട്രാക്ക് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവായതിനാൽ ട്രാക്ക് ചെയ്യുന്നത് വളരെ പ്രയാസം തന്നെയായിരിക്കും. ഗൈഡൻസിനനുസരിച്ച് ഇൻഡിജീനിയസ് സീക്കർ ആൻഡ് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് AESA റഡാർ, അതുപോലെ തന്നെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റീസ്, മെക്കാനിക്കലി സ്കാൻഡ് റഡാർ ടു ദ ഒറിജിനൽ ബ്രഹ്മോസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ബെസ്റ്റ് ആയിരിക്കുമെന്ന വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. പ്രൊപ്പൽഷനെ സംബന്ധിച്ച് 2 സ്റ്റേജ് സിസ്റ്റം വിത്ത് സോളിഡ് പ്രൊപ്പല്ലന്റ് ബൂസ്റ്റർ. ഇനിഷ്യൽ ലോഞ്ചിന് സോളിഡ് പ്രൊപ്പല്ലന്റ് ബൂസ്റ്ററും അതിനുശേഷം ലിക്വിഡ് ഫ്യൂൽഡ് റാംജെറ്റ് ഫോർ സസ്റ്റെയിൻഡ് സൂപ്പർസോണിക് ക്രൂയിസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ബ്രഹ്മോസ് എൻജി നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ. ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിലും ഇത് അകപ്പെടില്ല. 1 മീറ്റർ കൃത്യതയോടുകൂടി ആക്രമിക്കാൻ കഴിയുമെന്നും പറയുന്നു. സാധാരണ മിസൈലുകളുടെ കൃത്യത ±200 മീറ്റർ ആയിരിക്കും. എന്നാൽ ഇത് 1 മീറ്റർ ദൂരം മാത്രമേ കാണൂ. കൃത്യമായി ആ ഒരു ലക്ഷ്യത്തിൽ പതിക്കുമെന്നും കണക്കാക്കുന്നു. കാരണം അത്രയേറെ തവണ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അതേസമയം ഇതൊരു സുസ്ഥിര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആയതിനാൽ തുടക്കം മുതൽ അവസാനം വരെ ഈ മിസൈലിന്റെ വേഗത ഒരുപോലെ തന്നെയായിരിക്കും. അതിനാൽ റഡാറിനെ കൊണ്ട് ഇത് ട്രാക്ക് ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബ്രഹ്മോസിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ബ്രഹ്മോസിന്റെ വിൽപ്പനയും വർദ്ധിച്ചു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മോസ് നിർമ്മിക്കാൻ നമുക്ക് ഡിലേ ഉണ്ടാകാൻ പാടില്ല, ഒരു കാലതാമസം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ലക്നൌവിൽ ബ്രഹ്മോസ് നിർമ്മിക്കാനായി ഒരു ഫാക്ടറി തന്നെ നമ്മൾ സൃഷ്ടിച്ചത്. ഇതുപോലെ കൂടുതൽ വിവരങ്ങൾ ഈ ബ്രഹ്മോസിൽ മാത്രമല്ല, ആകാശ്, മറ്റു ചില പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ലഭ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റിൽ പറഞ്ഞാൽ മതി. വോയിസ് ഓഫ് വിക്കി വഴി ഇതുപോലെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി തീർച്ചയായും നമ്മുടെ വോയിസ് ഓഫ് വിക്കി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.